പതിറ്റാണ്ടുകളായി ഇടതുപക്ഷം കാത്തുസൂക്ഷിച്ച പീരുമേട് നിയമസഭാ മണ്ഡലം അട്ടിമറി വിജയത്തിലൂടെ തിരിച്ചുപിടിച്ച് UDF. മുൻ MLA കെ തോമസിന്റെ മകൻ അഡ്വക്കേറ്റ് സിറിയക് തോമസ് LDF സ്ഥാനാർത്ഥി കെ സലീംകുമാറിനെ പരാജയപ്പെടുത്തിയാണ് പീരുമേടിൻ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അന്തരിച്ച മുൻ MLA വാഴൂർ സോമന്റെ പിൻഗാമിയെ കണ്ടെത്താൻ നടന്ന പോരാട്ടത്തിൽ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ തിരുത്തിക്കുറിച്ചാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ മുന്നേറ്റം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാഴൂർ സോമനോട് നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ട സിറിയക് തോമസ് ആ തോൽവിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മണ്ഡലത്തിൽ നടത്തിയ നിരന്തര ഇടപെടലുകളാണ് ഇത്തവണ വിജയത്തിലേക്ക് നയിച്ചത്. തന്റെ പിതാവ് കെ തോമസ് മുൻപ് പ്രതിനിധീകരിച്ച മണ്ഡലം വർഷങ്ങൾക്ക് ശേഷം മകൻ തിരിച്ചുപിടിച്ചു എന്നത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇരട്ടി മധുരമായി. LDFന്റെ ഉറച്ച വോട്ട് ബാങ്കായ തോട്ടം മേഖലയിൽ ഇത്തവണ വലിയ വിള്ളലുണ്ടായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. CPI സ്ഥാനാർത്ഥിയായ കെ സലീംകുമാറിന് മണ്ഡലത്തിലെ പരമ്പരാഗത ഇടതു വോട്ടുകൾ പൂർണ്ണമായും സംരക്ഷിക്കാനായില്ല. തോട്ടം തൊഴിലാളികൾക്കിടയിലെ അതൃപ്തിയും ഭരണവിരുദ്ധ വികാരവും UDF സ്ഥാനാർത്ഥിക്ക് ഗുണകരമായി. വിജയവാർത്ത പുറത്തു വന്നതോടെ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. ഇത് പീരുമേട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ വിജയമാണെന്നും പിതാവ് കാട്ടിത്തന്ന സേവനത്തിന്റെ പാതയിലൂടെ മണ്ഡലത്തിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുമെന്നും സിറിയക് തോമസ് പ്രതികരിച്ചു. ഭൂരിപക്ഷത്തില് പീരുമേട് മണ്ഡലം തിരിച്ചുപിടിക്കാനായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു. കേരളമെമ്പാടും പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുന്നേറ്റം പീരുമേട്ടിലും അത് സാധ്യമാക്കുന്നതിന് പീരുമേട്ടിലെ ബഹുമാന്യരായ വോട്ടർമാര് അതിന് സഹായിച്ചു. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഒരു കൈ സഹായം പീരുമേട്ടിലെ വോട്ടർമാർ ഇവിടെ നൽകിയിരിക്കുകയാണ്. എനിക്ക് കഴിഞ്ഞ 25 വർഷമായി പീരുമേട്ടിലെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചതിന്റെ അംഗീകാരമാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം ഏതാണ്ട് 27,300 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചു. ഇതൊരു റെക്കോർഡ് ഭൂരിപക്ഷമാണ്. ഇതിനു മുമ്പ് എന്റെ പിതാവ് 1982 9,200 വോട്ടിന് വിജയിച്ചതിന് ശേഷം ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തില് ഇവിടെ ജയിക്കാൻ കഴിഞ്ഞു. എന്റെ പിതാവിനോടും എന്നോടുമുള്ള ഈ പീരുമേട് ജനതയുടെ സ്നേഹവും അവരുടെ വാത്സല്യവുമാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പില് വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ കഴിഞ്ഞത്. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പില് ചെറിയ ഭൂരിപക്ഷത്തിൽ ഞാൻ പരാജയപ്പെടുമ്പോൾ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കേന്ദ്രത്തിൽ നിന്ന് തലകുനിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അന്ന് എന്നെ ചേർത്ത് പിടിച്ചത് പീരുമേട്ടിലെ ജനങ്ങളാണ്, പീരുമേട്ടിലെ പാവപ്പെട്ട തൊഴിലാളികളാണ്, പീരുമേട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള കർഷകരാണ്, പീരുമേട്ടിലെ ജനങ്ങളാണ് എന്നെ ഇവിടെ നിർത്തിയത്. എനിക്ക് വീണ്ടും ഈ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് പ്രചോദനം നൽകിയത് പീരുമേട്ടിലെ ജനങ്ങളാണ്. അവരാണ് എന്നെ ജയിപ്പിച്ചത്. കക്ഷി രാഷ്ട്രീയം ഭേദമന്യേ വലിയ പിന്തുണ എനിക്ക് നൽകി. അതുകൊണ്ടാണ് ഇത്ര വലിയ ഒരു ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞത്. പീരുമേട്ടിലെ ജനങ്ങൾ അത് മുഴുവൻ ആളുകളോടും എന്റെ അകമഴിഞ്ഞ സ്നേഹവും നന്ദിയും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, പീരുമേട്.